റെഗുലർ യൂസേജ് ഓഫ് മൗത്ത് വാഷ് നല്ലൊരു ശീലമാണോ? ഹായ്, ഐ എം ഡോക്ടർ റിയ. ഈ ചോദ്യത്തിന് ഉത്തരം അല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മൗത്ത് വാഷസ് നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ രണ്ട് കാരണമാണ് അതിലുള്ളത്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിൽ അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈൻസിലൊക്കെ ഉള്ള പോലെ തന്നെ ഹെൽത്തി ബാക്ടീരിയ വായിലും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ റെഗുലർ ആയിട്ട് മൗത്ത് വാഷ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഹെൽത്തി ബാക്ടീരിയനെ അത് നശിപ്പിക്കും. അപ്പൊ നമ്മുടെ വായിലുള്ള ഒരു നാച്ചുറൽ എൻവയൺമെന്റ് ഉണ്ടല്ലോ, അത് ഇല്ലാതെയായിപ്പോകും. അപ്പൊ അതിൻ്റെതായ പല പ്രശ്നങ്ങൾ നമുക്ക് പിന്നീട് ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കുറെ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് അതറിയാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ഈ മൗത്ത് വാഷ് നമ്മുടെ വായിലുള്ള ഈ ബാക്ടീരിയ ആയിട്ട് റിയാക്ട് ചെയ്ത് ഒരു കെമിക്കൽ റിയാക്ഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷനോട് കൂടി നമ്മുടെ BP ചെറുതായിട്ട് കൂടും. BP ചെറുതായിട്ട് കൂടുള്ളൂ, എന്നാലും അത് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആണ്, സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ബ്ലഡ് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അതൊരു റിസ്ക് ഫാക്ടറാണ് ഫോർ സ്ട്രോക്ക് ആൻഡ് ഹാർട്ട് അറ്റാക്സ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് റെഗുലർ ആയിട്ട് മൗത്ത് വാഷ് എന്തായാലും യൂസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ മൗത്ത് വാഷ് നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ അത് എന്താ ചെയ്യാൻ പറ്റുക ബാഡ് ബ്രെത്തിനെ ഡീൽ ചെയ്യാനായിട്ട്? അപ്പൊ അതിൽ ആദ്യത്തെ കാര്യമാണ് ഓറൽ ഹൈജീൻ പ്രാക്ടീസസ്, ബ്രഷിംഗ്, ഫ്ലോസിംഗ്. ഇപ്പൊ നമുക്ക് ഫ്ലോസിംഗ്, ഡെന്റൽ ഫ്ലോസ് വെച്ച് പാടാണെങ്കിൽ വാട്ടർ ഫ്ലോസ് യൂസ് ചെയ്യാം. അത് ഇത്തിരി എളുപ്പമുള്ള സംഭവമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ നാക്കിൽ എപ്പോഴും നമ്മുടെ കഴിക്കുന്ന ഫുഡ് അക്യുമുലേറ്റഡ് ആവാം. അപ്പൊ നാക്ക് നന്നായിട്ട് വടിച്ച് ക്ലീൻ ആക്കണം. അത് സ്റ്റീൽ സ്ക്രേപ്പർ വെച്ചല്ല, പ്ലാസ്റ്റിക് ടങ് ക്ലീനർ വെച്ച്, അല്ലെങ്കിൽ ടങ് സ്ക്രേപ്പേഴ്സ് പ്ലാസ്റ്റിക്കിന്റെ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ബ്രഷ് വെച്ച് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ വാ തുറന്നുറങ്ങുന്ന ശീലം, മൗത്ത് ബ്രീതിങ്, പലർക്കും അതുള്ള ശീലമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വായ ഡ്രൈ ആവും, ബാഡ് സ്മെല്ല് വരാൻ തുടങ്ങും. സോ അത് നമ്മൾ പരിഹരിക്കണം. എന്തുകൊണ്ടാണോ മൗത്ത് ബ്രീതിങ് വരുന്നത്, അത് നമ്മൾ പരിഹരിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. സോ ഇതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൗത്ത് വാഷിന്റെ ആവശ്യം പിന്നെ ഉണ്ടാവില്ല.